ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചിക്കൻ ആട്ടാ. എല്ലില്ലാത്ത പീസാണ് നമ്മൾ എടുത്തേക്കണേ. അതില് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടുണ്ട് കേട്ടാ. ഇതെല്ലാം കൂടി തൈര് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് എടുത്ത് വെക്കണം കേട്ടാ. നമുക്ക് ഇതിലിടാനുള്ള ക്രീം ഉണ്ടാക്കാം. ഈ എഗ്ഗിന്റെ വൈറ്റ് ഭാഗവും പിന്നെ ചീസും കൂടി ഇട്ടിട്ട് പാലൊഴിക്കണതില്ല. ഇപ്പൊ നമ്മൾ പാലൊഴിക്കണില്ല, വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണം കേട്ടാ. ഇനി നമുക്ക് ചിക്കൻ വറക്കാം. ഈ പാനില് കുറച്ച് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിൽ മതി, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടാ. അത് ഒഴിച്ചിട്ട് എല്ലാ ചിക്കനും ഞാൻ അപ്പൊ തന്നെ വറുത്തെടുത്തു. കുറച്ച് എല്ലുള്ള പീസ് ഉണ്ടായിരുന്നു. എല്ല് ഇല്ലാത്ത പീസ് ആവുമ്പോഴാണ് വേഗം ഇങ്ങനെ അടച്ചു വെക്കുമ്പോ ഇങ്ങനെ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തവി കൊണ്ട്, എന്നാലാണ് അത് വേഗം വേവുള്ളൂ. ഇതെല്ലുള്ള പീസ് ആവുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിക്കൻ നന്നായി വെന്ത് വരുമ്പോ ഞാൻ അതില് കുറച്ച് ഓയില് മാറ്റിയിട്ടാ, കാരണം അതില് കുറെ ഓയില് തിങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മുട്ടയുടെ വൈറ്റും ചീസും കൂടി അരച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർക്കണുണ്ട്. ഈ എഗ് വൈറ്റും ചീസും കൂടി ഇട്ടിട്ടുള്ള ഈ സോസാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. കുബൂസൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം. ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടാ. ചൂടോടെ തന്നെ കഴിക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.